യൂട്യൂബിൽ ഇടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. നിങ്ങള് പെണ്ണ് തന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഇടും. ഏത് വരെ നോക്കും? മരിക്കണ വരെ നോക്കൂ, പൊന്നു പോലെ നോക്കൂ. അങ്ങനെയൊക്കെ എന്റെ വീട്ടില് കല്യാണം നോക്കണ്ടോന്ന് ചോദിച്ചേ. അറിവിലോ പരിചയത്തിലോ കുടുംബത്തിലോ അയൽവാസികളിലോ അങ്ങനെയൊക്കെ ആരെങ്കിലും കല്യാണം നോക്കണോലുണ്ടോ ചോദിച്ചതാ. അറിയില്ല. ഇവിടെ വീട്ടിലിടക്ക് ഇപ്പൊ പറയലുണ്ട് ഞാൻ വേറെ കെട്ടും വീട്ടിൽ കൊണ്ടുവന്നൊക്കെ. എന്താ സംഭവം, ഒറിജിനൽ ആണോ അറിയില്ല. ഉപ്പല്ലേ പറഞ്ഞത്? ആ തമാശക്കാവൂലേ? വേറെ ആരില്ലല്ലോ? വേറെ എന്റെ അറിവിൽ ആരും ഇല്ല ഇനി ഇവിടെ. അല്ല, എനിക്ക് പെണ്ണ് കിട്ടൂല. ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് നിക്കല്ലേ, അതുകൊണ്ട്. ആ അത് കഴിഞ്ഞ് ഇനി വേറെ നോക്കണം. എന്നായിക്കോട്ടെ. അല്ല, അത് നമ്മൾ മൈൻഡ് സെറ്റ് ആയിട്ടല്ലേ നോക്കിയിട്ട് കാര്യമല്ലോ. പെണ്ണിന്റെ ജീവിതമല്ലേ. ഞാന് അങ്ങനൊന്നുമില്ല. +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG കഴിഞ്ഞു. ആ ജോലി ഞാൻ ബ്ലോഗറാ. ബ്ലോഗർമാർക്ക് പെണ്ണിട്ടോ? അതെന്താ, ബ്ലോഗർ ഒരു ജോലിയല്ലേ? വേറെ എന്തിനാ ജോലി? ഇതിന്ന് ഏണിങ്സ് നല്ല പൈസ ഇട്ടില്ലേ? 26. ആ എപ്പോഴാ ശരിക്കും കല്യാണം കഴിക്കാൻ പ്രായം? 21. അതല്ല, നിങ്ങള് 26 ആയിട്ടുള്ളില്ലേ ചേച്ചി? അതല്ലേ ഞാൻ ചോദിച്ചു. ഒന്ന് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഏജ് ഓവറായിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ബ്രേക്കപ്പ് ഒന്നും ആയില്ല, വെറുതെ പറഞ്ഞതാ. സിംഗിളാണ്. കല്യാണം ഇപ്പൊ നോക്കില്ല, നമ്മളൊന്നുകൂടി ഒന്ന് സെറ്റ് ആയിട്ട് നോക്കാന്ന് വിചാരിച്ച് നിക്ക. ഇല്ല, ലവറൊന്നുമില്ല. PG MA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വേറെ എന്തിനാ ജോലി? വ്ളോഗറാണ്, വ്ളോഗർ. യൂട്യൂബ് ചാനലിന്റെ പേര് ബ്രോക്കുട്ടൻ. അതെ, നിങ്ങളെ ഇന്റിമേറ്റ് വെഡിങ്ങില് ഇവർക്ക് വ്ളോഗർമാർക്കൊന്നും പെണ്ണ് കിട്ടണില്ല? വേറെ നിങ്ങള് പെണ്ണ് തന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഇടും. ആയിക്കോട്ടെ. അതല്ല, നിങ്ങൾ അപ്പൊ ഇന്റിമേറ്റ് വെഡിങ്ങിൽ ഇതുവരെ ഒരു വ്ളോഗറെ കല്യാണം നടത്തിയിട്ടില്ല? ആണോ? എന്നാ ഫസ്റ്റ് ഇന്റന്റ് ആക്കാം. നിങ്ങൾ നോക്കിന്നാല്. പേര് ബ്രോക്കുട്ടൻ. ശരിക്കും അല്ല, അങ്ങനെ കൊടുത്താൽ മതി. നിങ്ങൾ ഇത് എങ്ങനെ പോവാ പ്രൊഫൈല്? ജാതി മുസ്ലിം. മുസ്ലിം OBC ജനറൽ. ആ സുന്നി, പക്ക സുന്നി. വീട് മലപ്പുറം ചെമ്മാട്. ആ നിങ്ങക്ക് ഫീസ് എത്രയോ ഉയരും? ഹൈറ്റ് 183, 6 ഫീറ്റ്. നല്ല രസമുള്ള ചെക്കനാ. നോക്കി. ശരിക്കുള്ള പേര് മുസമ്മിൽ. മുഹമ്മദ് അലി. സക്കീന. എത്ര മക്കളാണ് നിങ്ങള്? ഞാനും പിന്നെ താത്തയും. ഒരു കുട്ടിയുണ്ട്. വീട്ടുപേര് പടിഞ്ഞാറേപീടിയേക്കൽ. പോസ്റ്റാണ്, വീട്ടിലെന്നാ. അല്ല, 3 പേര്. 66761. ഞങ്ങള് റിച്ച്.
ക്രിസ്റ്റോ ഉം. അതെന്താ ഡിമാൻഡ് ഒക്കെ എത്ര വയസ്സുള്ള കുട്ടികളെയാണ് നോക്കണത്? കല്യാണം കഴിക്കാത്ത കുട്ടികളെ ആ വയസ്സ് എത്ര വരെ നോക്കൂന്നാ ചോദിച്ചത്. വയസ്സ് 18ന്റെ മേലക്കുള്ള മതി. മറ്റേ പോക്സോ ആവൂലേ? 18ന്റെ അതല്ല ചോദിച്ചത്. ഏ ഏത് വരെ നോക്കും? മരിക്കണ വരെ നോക്കൂ, പൊന്നു പോലെ നോക്കൂ. അതല്ല, വയസ്സിന്റെ ലിമിറ്റ് ഉണ്ടാവില്ലേ? എന്തത് എമ്മയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ മറുപടി. അപ്പൊ ലിമിറ്റ് കഴിഞ്ഞാ പെണ്ണിനെ ഒഴിവാക്കാ? സെയിം ഏജ് നോക്കൂ. ആ അങ്ങനെ അങ്ങനെ സെയിം ഏജ് മനസ്സിലാവണില്ല. സെയിം ഏജ് പറ്റൂല. സെയിം ഏജ് നോക്കണ്ടേ? പിന്നെന്താ? അതെ 26 അവിടെ കെട്ടിക്കിടക്കണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അതാണ്. അപ്പൊ ഇല്ല ഇല്ല, ഒരു രണ്ട് കുട്ടികളെയാണ് നോക്കുക. ചിലവര് എന്താണ് 1-2 വയസ്സ് മതി, ചിലവര് 4-5 വയസ്സിന് താഴെ വേണം. അങ്ങനെയൊക്കെ ആ പറയുന്നുണ്ട്. ഒരു 3-4 വയസ്സ് ഗ്യാപ്പ് ഇട്ടു. 2-3 വയസ്സ്, 3-4. പിന്നെ വിദ്യാഭ്യാസമൊക്കെ നോക്കണ്ടോ? സാറിന് എമ്മയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നോക്കുന്നുണ്ടോ? അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ +2 അബോവ് മതിയോ, ഡിഗ്രി അബോവ് അങ്ങനെയാണ്? അങ്ങനൊക്കെ നോക്കുവോ? അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ ചോദിച്ചതാ. നോക്കുകയാണെങ്കില് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാട്രിമോണിയിലൊക്കെ. അങ്ങനൊക്കെ ആ ഡിഗ്രി ഒക്കെ വേണ്ട, പിന്നെ മോശല്ലേ? ഏ അത് കുഴപ്പമില്ല. അതല്ല എന്താ പറയാ, അല്ല പെണ്ണിന് ഡിഗ്രി വേണം, ജോലിയൊക്കെ വേണം. അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഇവിടെ ആരും പണിക്ക് പോണില്ല, പിന്നെ ആരാ പണിക്ക് പോവാ? ആ വ്ളോഗർ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുടെ പറയട്ടോ. ആ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താ പോരെ? ആ മതി. ഇതിപ്പോ എങ്ങനെയാ വരിക? ഇപ്പൊ ഇത് നല്ല പ്രൊപ്പോസൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും. അതല്ല, അപ്പൊ നിങ്ങക്ക് എങ്ങനെയാ, നിങ്ങക്ക് എന്താ തരണ്ട നമ്മള്? ഇപ്പൊ ഒന്നും തരണ്ട. അങ്ങനല്ല, ഇതിപ്പോ ഇപ്പൊ ഇന്റെ ചെക്കന്മാരുണ്ട് നമ്മളെ ഗ്യാങ്ങത്തെ, ആരും കല്യാണം ഒന്നും കഴിച്ചില്ല. നമ്പർ തരുമോ? നമ്പർ തരാ. ഒരു നമ്പറിന് 100 വെച്ച് തരുമോ? ഞങ്ങൾക്ക് തന്നെ ഇവിടെ 3 രൂപയൊക്കെ കിട്ടണുള്ളൂ. 3? നിങ്ങളെന്നാ പണി നിർത്തി, ഞാൻ 100 വെച്ച് ഒപ്പിച്ചേരാ. ആ അല്ല, 3 ഒരു കോളിനോ? ഒരു ഡാറ്റ എഴുതിയെടുക്കണേ. ഡാറ്റ പേരും അഡ്രസ്സൊക്കെ ചോദിച്ചില്ലേ? അതിന് അങ്ങനത്തെ എത്ര ഡാറ്റ വേണം നിങ്ങക്ക്? എത്ര വേണം നിങ്ങൾക്ക്? എത്ര റുപ്യ വേണോ? അതിനനുസരിച്ച് ഡാറ്റ നമ്മൾ തരും. 30 അല്ലേ? 30 അല്ലേ കിട്ടുള്ളൂ നിങ്ങൾക്ക്? നിങ്ങള് പരിപാടി നിർത്തി യൂട്യൂബിലൊരു വീഡിയോ ഇടും, ഡെയിലി 300 കിട്ടും. എന്താ നിങ്ങൾ അങ്ങനെ പറയരുത്. അതല്ല, എന്നിട്ട് ഈ ഡാറ്റ ഞങ്ങൾ കൊടുത്തിട്ട് ഈ ഇവര് നമ്മളെ വിളിക്കും, ഇന്റിമേറ്റ് വെഡിങ് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഇനി വിളിക്കൂല? അപ്പൊ നിങ്ങളെ മിസ് ചെയ്യാം നമ്മള്. അപ്പൊ ഈ കല്യാണം ഉറച്ച നിങ്ങളെങ്ങനെ നമ്മള് കല്യാണത്തിന് വിളിക്കുക? നിങ്ങളല്ലേ ഈ കല്യാണം ശരിയാക്കിയാള്? നിങ്ങളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര ആൾക്കാരുണ്ട് അവിടെ? അതുള്ളൂ? ഇതെവിടെ ബേസ് ചെയ്തിട്ടാ? മഞ്ചേരിയിലാണത്. ഓഫീസ് ഉണ്ട്? ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. 25 ബ്രാഞ്ച് ഉണ്ട് കേരളത്തില്. എത്ര കല്യാണം നടത്തി? 6 ലക്ഷത്തിലേറെ കല്യാണങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളെ നമ്പറൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടണേ? ഞങ്ങൾ നമ്പർ എടുത്ത് കുട്ടി വിളിക്കണതാ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ഇപ്പൊ എന്റെ വാപ്പക്കൊക്കെ വിളിയായി, മൂപ്പര് എന്താ പറയാ? ഇല്ല, ഞങ്ങളവിടെ ആരും കല്യാണം നോക്കണോലില്ല എന്ന് പറയും. അങ്ങനെ നിങ്ങൾക്ക് ആരായാലും കല്യാണം നോക്കണ ആരെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ ചോദിച്ചില്ലേ? ഓക്കെ ഞങ്ങള് നോക്കിട്ട് വിളിക്ക്. ഫ്രണ്ട്സിന്റെ നമ്പർ എങ്ങനെ നിങ്ങൾക്ക് തരാ? അപ്പൊ ഇനി ഇത് ബാക്ക് അടിക്കണ്ടേ? ഞാൻ 1-2 നമ്പർ തരാം. നിങ്ങള് നേരത്തെ നമ്മളെ ചെക്കന്മാർക്ക് വിളിച്ചു നിങ്ങളേനു?
വിളിച്ചിക്കണോ എനിക്കറിയില്ല ഞങ്ങൾ കുറെ നമ്പർ അങ്ങനത്തെ ഓനെ വിളിച്ച് ഓൻ പറഞ്ഞു എനിക്കിപ്പോ താല്പര്യമില്ല അന്നെനിക്ക് വർക്ക് ഉണ്ട് ഓൻ വെച്ച് അയാൾക്ക് പറഞ്ഞിനി നമ്മളെ കമ്പനിക്കാരനാ എന്നാ നമ്പർ പറഞ്ഞുതരാ. അപ്പൊ ഗായ്സ് നമ്മൾ കല്യാണം ഓന് നോക്കണ ചങ്ങായി കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊടുക്കാൻ പെൺകുട്ടികൾ കുറവാണ്, അതുകൊണ്ടാണ്. അതിനിപ്പോ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ കെട്ടിയാലല്ലേ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ. അതന്നെ. അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനല്ല, ഈ മിഡിൽ ക്ലാസ് ഉള്ള പെൺകുട്ടികള് റിച്ച് ആയിട്ടുള്ള ബോയ്സ് കെട്ടിക്കൊണ്ടോണില്ലേ? അത് എന്താണ് നമ്മ ബ്രോക്കർമാര് വഴി നോക്കുമ്പോഴല്ലേ? അല്ലെന്ന് മണി വഴി നോക്കുമ്പോ ഒരു ഭയങ്കര ഡിമാൻഡാ പറയാ. തന്നെ അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞാണ് ഭയങ്കര ഡിമാൻഡ്. ഈ എഡ്യൂക്കേഷൻ കൂടിയോലല്ലേ ഈ മാട്രിമോണിയിലൊക്കെ കൊടുക്ക അധികം അല്ലേ? അതന്നെ. അതാ പറഞ്ഞതേ, ഭയങ്കര ഡിമാൻഡിനെ കണക്കില്ല നമ്മൾ ഓരോന്ന് പറഞ്ഞതിനൊക്കെ. അപ്പൊ ഇനി നമ്പർ വേണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ സാധാരണക്കാരാ. അതെ. സാറിന്റെ അത്ര ഇതില്ല? ഇല്ല, സാറിന്റെ അത്ര ആരുമില്ല, സാറാണ് ഇവിടെ ടോപ്പ്. ഓക്കെ, എന്നാ വേണ്ട, എന്നാലും നമ്പർ വേണ്ട. ആണോ? ശരി എന്നാല്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.